ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഫെബ്രുവരി 5 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ആശാൻ. ഈ സിനിമ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, ശോഭി തിലകൻ, അബിൻ ബിനോ, ബിബിൻ പെരുമ്പള്ളി, അപ്പുണ്ണി ശശി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ കേരളത്തിലെ അവകാശം ഏറ്റെടുത്തുള്ളത് വേഫറി ഫിലിംസ് ആണ്. ഏകദേശം 120ഓളം തിയേറ്ററുകളാണ് ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 30 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായി ലഭ്യമായിട്ടില്ലെങ്കിലും 55 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് ഇപ്പോഴും മികച്ച ഹോളുകളിലെത്തി മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, മല്ലിക, സുകുമാരൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 7ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 73 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5,65 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8-8.5 കോടി റേഞ്ചിലാണ്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ, ലിഷോയ്, ഷാജു ശ്രീധർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 7ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 26,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7 ദിവസം കൊണ്ട് 4,90 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7-7.5 കോടി റേഞ്ചിലാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ചത്ത പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, മമ്മൂട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 15ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 13,75,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16,88 ലക്ഷം രൂപയാണ് ആദ്യ 15 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 36-36.50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമയാണ് ബേബി ഗേൾ. ഈ സിനിമ 14ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,40,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4,10 ലക്ഷം രൂപയാണ് 14 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 6-6.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് സർവ്വമായ. ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയാക്കിയ ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 43 ദിവസം കൊണ്ട് കേരളത്തിൽ 77,70 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 150,50 ലക്ഷം റേഞ്ചിലുമാണ്. ജനുവരി 23 തിയേറ്ററിൽ വമ്പം വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. ഈ സിനിമ 14ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 2,40,45,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 14 ദിവസം കൊണ്ട് 88 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ 14 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 351,50 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 51 കോടി രൂപയുമാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 402,50 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ നേടിയെടുത്തിരിക്കുന്നത്. ബോളിവുഡ് സിനിമയായ മർദാനി 3 തിയേറ്ററിലെത്തിയത് ജനുവരി 30-നാണ്. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 9,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 31,25 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 8 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 60 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 39,25 ലക്ഷം രൂപ മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഈ സിനിമ പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 സിനിമകൾ ഇന്ന് OTT റിലീസ് പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച് അരുൺ ബോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 തിയേറ്ററിലെത്തിയ മിണ്ടിയും പറഞ്ചും എന്ന സിനിമ സൺനെക്സ്റ്റ് വഴി OTT റിലീസ് പൂർണ്ണമാക്കിയിട്ടുണ്ട്. സിനിമ ബോക്സ് ഓഫീസിൽ വമ്പം പരാജയം ഏറ്റുവാങ്ങിയ സിനിമ കൂടിയാണ്. മാത്യു തോമസ് നായകനെ നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ 24 തിയേറ്ററിലെത്തിയ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ ഇന്ന് OTT റിലീസ് പൂർണ്ണമാക്കിയിട്ടുണ്ട്. C5 OTT പ്ലാറ്റ്ഫോം വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഈ സിനിമയ്ക്കും സാമ്പത്തിക വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രഭാസ് നായകനെ മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി തിരഞ്ഞെടുത്ത രാജാസാബ് എന്ന തെലുങ്ക് സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് OTT റിലീസ് പൂർണ്ണമാക്കിയിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമയും വമ്പം പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത്. 400 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 208 കോടി രൂപയാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാനായത്. ശിവകാർത്തികൻ നായകനെ സുധാ കൊങ്കര തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 10 പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ തമിഴ് സിനിമയാണ് പരാശക്തി. ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് C5 OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രിയോടെ ആരംഭിക്കുന്നതാണ്. ഈ സിനിമയുടെ 100 കോടി വേൾഡ് വൈഡ് പോസ്റ്റർ പുറത്തു വന്നിരുന്നുവെങ്കിലും 85 കോടി രൂപ മാത്രമാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.